നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് കരിക്കുലം അത് ഇൻഡസ്ട്രി ഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെയും. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പം കുറേ കൂടി മാറ്റമുള്ള പോലെ തോന്നിയായിരുന്നു. നമുക്കറിയാം, ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ അട്രാക്റ്റഡ് ആവുന്നത് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി കാണുമ്പം? ഇവിടെ ഇഷ്ടം പോലെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും പോകാതെ എന്തുകൊണ്ടൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ കരിക്കുലവും അവിടുത്തെ ഒരു ഫ്രീഡം, അതിപ്പോൾ പണ്ടത്തെ ഒരു സെറ്റിങ്ങിൽ ഒരു ക്ലാസ് മുറിക്ക് അകത്തിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് മാറിയിട്ട് ഇൻഡസ്ട്രിക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നിൽക്കുന്നതും ഇൻഫോ പാർക്കും അടുത്താണ്. നമുക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കരിക്കുലം സിലബസുകൾ സെറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഓൾഡ് പാറ്റേൺ ബ്രേക്ക് ചെയ്ത് പുതിയ രീതിക്ക് ഫോറിനേഴ്സിനെയും കൂടി ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതി. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു യൂത്ത് പാതി മൈഗ്രേറ്റ് ചെയ്ത് അപ്പുറത്തെത്തി. അവർ ഇനി ഒരു റിവേഴ്സ് മൈഗ്രേഷൻ വരണം, അവിടെ നിന്നുള്ള ആൾക്കാരെയും കൂടി ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് വേണം നമ്മുടെ ഓരോ കരിക്കുലവും സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ ജെയിനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് പഠിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ മറൈൻ സയൻസ് പോലത്തെ കോഴ്സുകൾ മറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് കുറവാണ്. ഇപ്പം ഞാൻ ചോദിച്ചിടത്തോളം ഞാൻ ചോദിച്ചിട്ടുണ്ട് മിക്കയിടത്തും എന്തുകൊണ്ടാണ് ജെയിൻ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം കേരളം, കാരണം നിങ്ങളുടെ നാട് നല്ല നോർത്തിൽ അവിടെയൊക്കെ അല്ലേ. അപ്പോൾ അവർ പറഞ്ഞതാണ് മറൈൻ സയൻസ് എന്ന കോഴ്സൊന്നും എല്ലായിടത്തും ഇല്ല, കേരളത്തിൽ മാത്രമായിട്ടേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അവൈലബിലിറ്റി കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിള്ളേർ വരുന്നുണ്ട്, അതുപോലെ ഇനിയും വരും. അതും പുതിയ കോഴ്സ് ഓഫർ ചെയ്യുന്നതിന് മാത്രമല്ല, അപ്ഡേറ്റഡ് സിലബസ് അല്ല മിക്ക യൂണിവേഴ്സിറ്റീസും. കേരളത്തിലുള്ള മിക്ക യൂണിവേഴ്സിറ്റീസും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെയും ഇവിടെയായിട്ട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. പക്ഷേ അവരിപ്പോഴും പഠിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഴക്കമുള്ളതാണ്. ഇൻഡസ്ട്രി അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇത്തിരിയും കൂടെ ഒരു അപ്ഡേറ്റഡ് സിലബസ് അതായത് ഇപ്പോൾ നമ്മൾ 5 വർഷം 10 വർഷം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതല്ലാണ്ട് ഇത്തിരിയും കൂടെ റാപ്പിഡായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിലബസ്. ഇൻഡസ്ട്രി മാറുകയാണല്ലോ, അപ്പോൾ അതേപോലെ തന്നെ സിലബസും അതേപോലെ തന്നെ അപ്ഡേറ്റഡായി മാറുന്നൊരു സിലബസ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും വരണം എന്നാഗ്രഹിക്കുന്നു.